നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കാൻ ദിവസേന യോഗ പരിശീലനത്തിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് ആസനങ്ങളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തൈറോയ്ഡ് ശരീരത്തിലെ മെറ്റബോളിസം, അതേപോലെ തന്നെ ഹോർമോൺ ബാലൻസ് എന്നിവയൊക്കെ നേരിട്ട് ബാധിക്കുന്ന ഒരു ഗ്രന്ഥിയാണ്. തൈറോയ്ഡ് ഗ്ലാൻഡ് ശരിയായി പ്രവർത്തിക്കാതെ വരുമ്പോൾ ശരീരത്തിലെ ഹോർമോൺ ബാലൻസ് കുറയുകയോ കൂടുകയോ ചെയ്യുകയും അതേപോലെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള റിതം തകരാറിലാവാനുള്ള സാധ്യതയും കൂടുതലാണ്. നമ്മൾ പൊതുവേ ശ്രദ്ധിക്കാതെ പോകുന്ന കോൺസ്റ്റിപ്പേഷൻ, മൂഡ് സ്വിങ്സ്, ഹെയർ ഫോൾ, അതേപോലെ ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ്, ടയേർഡ്നെസ്, സ്ട്രെസ്, ഇതൊക്കെ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് മൂലം കാണിക്കുന്ന സിംറ്റംസ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്ന ആസനങ്ങൾ ഉൾപ്പെടുത്തി ദിവസേന ഡെയിലി യോഗ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക്, ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് നല്ലൊരു മാറ്റം തന്നെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നെക്ക് മൂവ്മെന്റ്സ് ആണ് ചെയ്യുന്നത്. അതിനായിട്ട് നട്ടല് നിവർന്ന് സുഖാസനയിലോ വജ്രാസനയിലോ ഇരിക്കാവുന്നതാണ്. ശേഷം ശ്വാസം എടുത്തുകൊണ്ട് നെക്ക് പതുക്കെ മുകളിലോട്ട് ഉയർത്തി പിടിക്കുക. എക്സേൽ ചെയ്തുകൊണ്ട് തല താഴ്ത്തി ചിൻ ചെസ്റ്റിനോട് ലോക്ക് ചെയ്ത് നിൽക്കട്ടെ. വീണ്ടും ഇൻഹേൽ അപ്പ് ആൻഡ് എക്സേൽ ഡൗൺ. ഇതേപോലെ 5-10 തവണ ആവർത്തിക്കാവുന്നതാണ്. അതിനുശേഷം ലെഫ്റ്റ് ടു റൈറ്റ് ഫേസ് ചെയ്തുകൊണ്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ്. ഇൻഹേൽ ചെയ്തുകൊണ്ട് റൈറ്റിലോട്ട് തിരിക, എക്സേൽ ചെയ്തുകൊണ്ട് ലെഫ്റ്റ്. ഇതേപോലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കഴുത്ത് പതുക്കെ റൊട്ടേഷൻ ചെയ്യാവുന്നതാണ്. ആദ്യം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കൊണ്ടുവരിക, പിന്നീട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യുക. 2 ഡയറക്ഷനിലും ഒരു 4-5 തവണ ചെയ്യുക. അടുത്തതായിട്ട് കൈകൾ രണ്ടും ബാക്കിലോട്ട് ഇൻ്റർലോക്ക് ചെയ്ത് വലിച്ചു പിടിക്കുക. ചെസ്റ്റും ഷോൾഡറൊക്കെ മാക്സിമം എക്സ്പാൻഡ് ചെയ്ത് നിൽക്കട്ടെ. ശേഷം ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്ത് കഴുത്ത് മുകളിലോട്ട് വലിച്ചു പിടിക്കുക. എക്സേൽ ചെയ്തുകൊണ്ട് പതുക്കെ മുന്നിലോട്ട് വളയുക. ആ സമയത്ത് കൈകൾ രണ്ടും മുകളിലോട്ട് വലിച്ചു പിടിക്കാൻ ശ്രദ്ധിക്കുക. വീണ്ടും അതേപോലെ ശ്വാസം എടുത്തുകൊണ്ട് ഇൻഹേൽ അപ്പ്, പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് എക്സേൽ ചെയ്ത് മുന്നിലോട്ട് വളയുക. ഇതേപോലെ ഒരു 5-10 ടൈംസ് ആവർത്തിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഭുജംഗാസനയാണ്. അതിനായിട്ട് കമിഴ്ന്ന് കിടന്ന് കൈ രണ്ടും ശരീരത്തിന് 2 വശത്തായിട്ട് പതിച്ചു വയ്ക്കുക. പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് തലയും ചെസ്റ്റും പതുക്കെ ഉയർത്തുക. അല്പസമയം ഹോൾഡ് ചെയ്തുകൊണ്ട് വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴോട്ട്. വീണ്ടും ഇൻഹേൽ ചെയ്ത് അപ്പ് ചെയ്യുക, എക്സേൽ ചെയ്തുകൊണ്ട് റിലീസ് ചെയ്യുക. ഇതേപോലെ ആവർത്തിക്കുക. തൈറോയ്ഡ് ഗ്ലാൻഡ് ആക്ടിവേറ്റ് ചെയ്യാനും അതേപോലെ സ്പൈൻ, ഷോൾഡർ ഫ്ലെക്സിബിലിറ്റിക്കൊക്കെ ഈ ഒരു ആസന സഹായിക്കും. ഇനി ഉഷ്ട്രാസന ചെയ്യുന്നതിനായിട്ട് കാല് മുട്ടുകുത്തി നിൽക്കുക. തുടക്കക്കാർക്ക് കൈ രണ്ടും ഹിപ്പിൻ്റെ പുറകിലായിട്ട് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. അല്ലാത്തവർ ശ്വാസം എടുത്തുകൊണ്ട് കൈ രണ്ടും പുറകിലോട്ട് കാലിൻ്റെ ഫീറ്റിൻ്റെ മുകളിൽ സപ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് തല പതുക്കെ, കഴുത്ത് പതുക്കെ പിന്നിലോട്ട് വളയ്ക്കുക. അല്പസമയം നോർമൽ ബ്രീത്തിങ് ചെയ്തുകൊണ്ട് സ്റ്റേ ചെയ്യുക. ശേഷം പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലോട്ട് തിരികെ വരിക. ഇതേപോലെ 2-3 പ്രാവശ്യം ആവർത്തിക്കാവുന്നതാണ്. ശേഷം ശശങ്കാസനയിൽ കന്ദരാസനത്തിനായിട്ട് മാറ്റിൽ മലർന്നു കിടന്നതിന് ശേഷം കാൽമുട്ട് മടക്കി പാദങ്ങൾ അമർത്തി വയ്ക്കുക. കൈകൾ രണ്ടും നീട്ടി പതിച്ച് വയ്ക്കാവുന്നതാണ്, അല്ലെങ്കിൽ ആംഗിൾ സപ്പോർട്ട് കൊടുക്കുക. ശേഷം പതുക്കെ ചെസ്റ്റും ബോഡിയും ഉയർത്തി പിടിക്കുക. ചിൻ ചെസ്റ്റിനോട് ലോക്ക് ചെയ്ത് നിൽക്കുന്ന അത്രയും ഉയർന്നു നിൽക്കുക. അങ്ങനെ നിന്നതിന് ശേഷം ഒരു 4-5 നോർമൽ ബ്രീത്തിങ് ചെയ്ത് അവിടെ സ്റ്റേ ചെയ്ത് നിൽക്കുക. ശേഷം പതുക്കെ എക്സേൽ ചെയ്തുകൊണ്ട് റിലീസ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ ഒരു 4-5 തവണ ആവർത്തിക്കുക. അടുത്തത് മത്സ്യാസനയാണ്. അതിനായിട്ട് നിവർന്ന് കിടക്കുക. കൈകൾ രണ്ടും തൈസിൻ്റെ താഴെയായിട്ട്
ശരീരത്തിൻ്റെ അടിഭാഗത്തായിട്ട് സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. കൈമുട്ടുകളിൽ ശക്തി കൊടുത്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് ചെസ്റ്റും തലയും ഉയർത്തി കൈമുട്ടുകളിൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് കാൽവിരലുകളിലോട്ട് നോട്ടം കൊടുത്തുകൊണ്ട് നിൽക്കുക. ശേഷം തല പതുക്കെ പിന്നിലോട്ട് ചായച്ച് തലയുടെ ക്രൗൺ ഓഫ് ദ ഹെഡ് എന്ന് പറയുന്നത് നമ്മൾ തലയുടെ ഉച്ചിഭാഗം നിലത്ത് സാവധാനം വയ്ക്കുക. കഴുത്തിന് സ്ട്രെയിൻ കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു പോസ്റ്ററിൽ അല്പസമയം ഹോൾഡ് ചെയ്തുകൊണ്ട് നോർമൽ ബ്രീത്തിങ് ചെയ്തുകൊണ്ട് സ്റ്റേ ചെയ്യുക. പതുക്കെ നമ്മൾ വന്ന അതേപോലെ തന്നെ വേണം തിരിച്ചു വരാനായിട്ട്. പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് കാൽവിരലുകളിലോട്ട് നോക്കി സ്ലോലി റിലീസ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ 1-2 തവണ ആവർത്തിക്കാവുന്നതാണ്. തൈറോയ്ഡ്, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്സ് ഒക്കെ റെഗുലേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചെസ്റ്റ് ഓപ്പണായി നിൽക്കുന്നതുകൊണ്ട് ലങ് കപ്പാസിറ്റി കൂട്ടാനും ഈ ഒരു ആസന വളരെ നല്ലതാണ്. മെറ്റബോളിസം മെച്ചപ്പെടുത്താൻ ഈ ഒരു ആസനം സഹായിക്കുന്നു. ഇനി പൂർവോത്താനാസന ചെയ്യാനായിട്ട് കാലുകൾ നീട്ടി നിവർന്നിരിക്കുക. കൈ രണ്ടും പുറകിൽ അമർത്തി വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ സീറ്റും ചെസ്റ്റും ഉയർത്തുക. ഒരു അപ്വേർഡ് പ്ലാങ്ക് പോസാണിത്. തല പിറകിലോട്ട് ചായച്ച് ഒരു പ്ലാങ്ക് പോസിൽ നിൽക്കുന്നത് പോലെ പാരലായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാലിൻ്റെ ഫീറ്റ് മുഴുവനായിട്ട് പാദങ്ങൾ നിലത്ത് മാറ്റിൽ അമർന്നിരിക്കണം. ആ ഒരു പോസിലോട്ട് കൊണ്ടുവന്ന് അല്പസമയം ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് ബാക്ക് ടു പൊസിഷൻ. അപ്പോൾ മറ്റ് ആസനാസും യോഗമുദ്രകളും പ്രാണായാമത്തെക്കുറിച്ചിട്ടൊക്കെ ശാന്തിയോഗ കാലിക്കറ്റിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും കാണുക, ദിവസേന യോഗ പരിശീലിക്കുക. നല്ലൊരു മാറ്റം തന്നെ കൊണ്ടുവരാൻ സാധിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.